നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ഇടവ മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യ അനുഭവങ്ങൾ ശ്രദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഏറ്റവും അധികം ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന രാശി ഒന്നാമതായിട്ട് മിഥുനമാണ്. ഈ മിഥുന രാശിക്കാർക്ക് വ്യാഴം ധനസ്ഥാനത്ത്, ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നല്ല ചിന്താഗതികൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങിയാൽ നടക്കുമോ എന്നുള്ള ഒരവസ്ഥ, അത് ഉറപ്പായിട്ട് നടക്കുന്ന ഒരു ഇതാണ് രണ്ടാം ഭാവം. അപ്പോൾ അവിടെയാണ് വ്യാഴം പ്രവേശിക്കുന്നത്. അതൊരു എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും മിഥുന രാശിക്കാർക്ക് ലഭിക്കുന്നു. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, ഉണർന്നം, മുക്കാൽ ഭാഗം, പിന്നെ തിരുവാതിര. അപ്പോൾ ഇതാണ് മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. വ്യാഴം ധനസ്ഥാനത്തുള്ള വരവ് വളരെ കാലം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് ഇതൊരു അനുഗ്രഹമായിട്ട് തന്നെ വരുന്നു. എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മിഥുന രാശിക്കാർക്ക് ഉള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു പ്രതിവിധി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ അത് അനുഗ്രഹമായി തന്നെ മാറും. വ്യാഴത്തിൻ്റെ എല്ലാവിധമായ ഭാഗ്യവും ഉണ്ട്. എന്നാൽ നിലവിൽ ഈ ശനിബന്ധം ഈ രാശിയിലുള്ളതുകൊണ്ട് ശനിപ്രീതി കൂടി ചെയ്ത് പോവുകയാണെങ്കിൽ കാലതാമസം കൂടാതെ തന്നെ എല്ലാവിധമായ നമ്മളിറങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ സഫലമായി വരുന്നതാണ്. ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനമായ 11ാം ഭാവം, അവിഷ്ടസ്ഥാനം എന്ന് പറയുമ്പോൾ ലാഭം, എല്ലാവിധമായ ലാഭങ്ങളും തരാൻ കഴിവുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള ഒരു സ്ഥാനത്ത്, അതും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലാണ് പ്രവേശിക്കുന്നത് വ്യാഴം. അതുകൊണ്ട് തന്നെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ നീക്കപ്പെടും. കഴിഞ്ഞ കാലത്ത് വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ കുടുംബത്തിലുള്ള ഏത് കാര്യമായിരുന്നാലും, വിവാഹമായിട്ട് ബന്ധപ്പെട്ടും സന്താനങ്ങളുടെ കാര്യമായിരുന്നാലും ശരി, ഇനി വിദേശയാത്രയായിരുന്നാലും ശരി, ഇനി ഗൃഹനിർമ്മാണമായാലും ശരി, ഏതെല്ലാം നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമായി വരും എന്ന് തന്നെയാണ് ഈ വ്യാഴം സൂചിപ്പിക്കുന്നത്. പിന്നെ ഉദ്യോഗലബ്ധി, യാത്രാഗുണം ഒക്കെ തന്നെ ഈ വ്യാഴത്തിൻ്റെ പ്രവേശനം മൂലം നമുക്ക് ലഭിക്കുന്നു. അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഭാഗ്യം അനുഭവിക്കാൻ ഉള്ള യോഗം തെളിയും. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിലെ ഒരു നക്ഷത്രങ്ങൾ
ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാലും. നിങ്ങൾക്ക് ഈ തൊഴിൽപരമായ കാര്യങ്ങളും ധനപരമായ നേട്ടം ഈ മാസം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ധനാധിപൻ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായ പുരോഗതി ഒക്കെ ഉണ്ടാകുന്നതായി കാണുന്നു. ഭൂമി സംബന്ധിച്ച് അല്ലെ ഭൂമി കാരകനും കൂടിയായ ചൊവ്വയാണ് 7-ൽ സഞ്ചരിക്കുന്ന ഈ മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭൂമി ക്രയവിക്രയങ്ങൾ ഒക്കെ വളരെ കാലം കൊണ്ട് വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ വീട് മാറാൻ ആഗ്രഹിക്കുന്നവർ അതും സഫലമായി വരുന്നതായി കാണുന്നു. പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം. അങ്ങനെ പൊതുവെ എല്ലാവിധമായ പുരോഗതികളും കാണുന്നു. പിന്നെ തൊഴിൽ നല്ലതിന് വേണ്ടി, അതായത് നമ്മൾ ഇപ്പോഴുള്ള തൊഴിലിൽ നിന്നും സ്ഥാനം മാറ്റം, അത് നല്ലതിന് വേണ്ടിയുള്ള കാര്യമാണ്. അതായത് പുതിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ശമ്പള വർധനയോടുകൂടിയുള്ള ജോലി സാധ്യത, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം തൊഴിലിൽ പുരോഗമനം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കും എന്നാണ് പറയുന്നത്. അതൊരു നല്ല അവസ്ഥയാണ്. ജൂൺ 1 ശേഷം ധനപരമായ പുരോഗതി, തൊഴിൽ ചില മാറ്റങ്ങൾ ഉണ്ടായാൽ കൂടിയും അത് നമുക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ വേഴപ്രീതി ചെയ്യുന്നത് ഉചിതമാണ്. ഇനി പറയുന്നത് വൃശ്ചികമാണ്. ഈ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം കേട്ട. നിങ്ങൾക്ക് വന്നിട്ട് ഈ വേഴസ്ഥിതി വളരെയേറെ ഗുണപ്രദമാകും. കഴിഞ്ഞ കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട്. വിവിധ മേഖലകളിലുള്ള പ്രായഭേദമന്യേ ചില ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർണ്ണമായി മാറ്റപ്പെടുന്നു. വേഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ശുഭകരമാകാൻ വഴി തെളിയും. എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ്. ജൂൺ 1 ശേഷമാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ മാറും. അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണു പ്രീതി കൂടി നേടേണ്ടതാണ്. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിക്കാർക്ക് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കാലം കൊണ്ട് ഈ വേഴത്തിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമല്ലായിരുന്നു. അത് ഈ വരുന്ന ജൂൺ മാസം 1 മുതൽ നിവർത്തി സ്ഥാനത്ത് ഏറ്റവും ഇഷ്ടസ്ഥാനമായ വേഴത്തിൻ്റെ, അതായത് മഹാവിഷ്ണു അറിഞ്ഞ് നമ്മളെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അത് ജൂൺ 1 ആണ്. അതിനുശേഷമുള്ള ഒരു വർഷക്കാലം വളരെ ശുഭകരമായ അവസ്ഥ തന്നെ ഉണ്ടാകും. ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും, വിവാഹാദി കാര്യങ്ങൾ, പിന്നെ കുടുംബത്തിലുള്ള മറ്റുള്ള മംഗളകരമായ എല്ലാ കാര്യങ്ങളും, ഗൃഹനിർമ്മാണമായാലും ശരി, ഈ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം, പിന്നെ യാത്രാ ഗുണം, വിദേശ യാത്ര, അങ്ങനെയുള്ള അനവധി കാര്യങ്ങളാണ് ഈ 7-ൽ നിന്നുകൊണ്ട് വേഴം നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിക്കൊണ്ട് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ കാലതാമസമൊന്നുമില്ലാതെ ഭാഗ്യം നമുക്ക് അനുഭവിക്കാനുള്ള യോഗം തെളിയും. പിന്നെ നാഗരാജ പ്രീതി കൂടി ചെയ്യണം ഈ മകരരാശിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഇനി പറയുന്നത് മീനമാണ്. ഈ മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഗുണം 5-ാം ഭാവത്തിലോട്ട് ഉള്ള വേഴത്തിൻ്റെ മാറ്റം, എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകുന്നതായി കാണുന്നു. 5 പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം, സന്താനഭാവം, അതായത് നമ്മൾ നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ മഹാവിഷ്ണു അല്ലെങ്കിൽ ഗുരു അത് നടപ്പിലാക്കാനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ
കാര്യമായിട്ടുള്ള പരിശ്രമിക്കുക. പല പ്രാവശ്യവും ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നടക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ശനി ആ രാശിയിൽ നിൽക്കുന്നുണ്ട്. ചില മടിയൊക്കെ വന്നേക്കാം. എന്നാലും നേരത്തെ ശ്രമിച്ചിട്ടും നടന്നില്ല എന്നുള്ള നിരാശയുള്ളവരുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള നല്ല സമയം വന്നിരിക്കുന്നത്. കാര്യമായിട്ട് പരിശ്രമിക്കുക. എല്ലാവിധമായ കാര്യങ്ങളും മംഗളകരമായ എല്ലാ കാര്യങ്ങളും നടക്കും. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. പിന്നെ വിവാഹാദി കാര്യങ്ങൾ, യാത്രാഗുണം എന്ന് വേണ്ട എൻ്റെ തൊഴിൽ പുരോഗതി, എല്ലാവിധമായ ഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് പറയുന്നു. വ്യാഴത്തിൻ്റെ 5ലുള്ള സഞ്ചാരപഥം കൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടപ്പിലാവട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥന. ഈ ചാനൽ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്ന സഹോദരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ ഇടവമാസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.